ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ദ വേൾഡ് ഫസ്റ്റ് CNG മോട്ടോർ സൈക്കിൾ ലോഞ്ച് ആയിരിക്കുകയാണ്. അതും ഇന്ത്യയിൽ നിന്ന് തന്നെ. ബജാജ് ഫ്രീഡം NG05 എന്ന് പറഞ്ഞ മോഡലാണ് ലോഞ്ച് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഒരു പ്രീ റിവ്യൂ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നെയിം കാര്യങ്ങളിൽ ഒരു ചെറിയ ചേഞ്ച് കാര്യങ്ങളുണ്ട്. ഫ്രീഡം എന്നാണ് ബജാജ് ഈ ഒരു മോഡലിന് നെയിം കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. ഒരു ഒറ്റ ലുക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലുക്ക് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അതിലെടുത്ത് പറയാനുള്ളത് അവർ നൽകിയിട്ടുള്ളൊരു ഡിസൈനും കാര്യങ്ങളാണ്. ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റ് പോർഷൻ, അതുപോലെ തന്നെ ആ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഫ്രെയിംസ് കാര്യങ്ങളും എല്ലാം ഒന്നിനൊന്നൊരു ലുക്ക് നൽകുന്ന ഒരു മോഡൽ കൂടിയാണ്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേൾഡ് ഫസ്റ്റ് CNG മോട്ടോർ സൈക്കിളിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡിസൈൻ വൈസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലൊരു LED ഹെഡ്ലൈറ്റ്, അതുപോലെ തന്നെ ഹാലജൻ ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി ഹെഡ്ലൈറ്റിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല വൈഡർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് കാര്യങ്ങളാണ് റൗണ്ട് ഷേപ്പിലാണ് നൽകിയിട്ടുള്ളത്. പ്രോപ്പർ റൗണ്ട് എന്ന് തന്നെ പറയാൻ പറ്റില്ല കേട്ടോ. ഫ്രണ്ടിൽ താഴെ നമുക്ക് റിമംബറായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തൊരു സൈഡിലൊരു DRL കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, സെൻറ്റർ പോർഷനിലായിട്ട് രണ്ട് സൈഡിലുമായിട്ട്. ഇപ്പോൾ ഓവറോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് സെറ്റപ്പ് തന്നെയാണ് നൽകുന്നത്. പിന്നെ അതിന് തൊട്ട് സൈഡിൽ കൂടെ ആയിട്ട് നമുക്ക് ആ ഒരു എക്സ്പോസ്ഡ് രീതിയിലാണ് അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. അതെനിക്ക് ആ ലുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു കേട്ടോ, ഫ്രണ്ടിൽ നിന്നുള്ള ആ ഒരു ഫ്രെയിമിൻ്റെ ഇത്. പിന്നെ സൈഡിലായിട്ട് നമുക്ക് ആ ഒരു ബ്ലാക്ക് രീതിയിലാണ് നമുക്ക് ആ ഒരു സസ്പെൻഷൻ പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ള. ഫ്രീഡം എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ അവിടെ നൽകിയിട്ടുണ്ട്. സോ അത് ഒരു ഫൈബർ പീസാണ് കേട്ടോ, മെറ്റലല്ല. ബട്ട് അത് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് ആ സസ്പെൻഷൻ കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ആ ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. പിന്നെ മഡ് ഗാർഡ് കാര്യങ്ങളാണെങ്കിൽ ഒരു ഡുവൽ ടോൺ രീതിയിലാണ് നൽകിയിട്ടുള്ളത്. സൈഡിൽ നമുക്കൊരു സിൽവർ, ഫ്രണ്ടിലൊരു ഗ്രേ കാര്യങ്ങളൊക്കെയാണ് നൽകുന്നത്. പിന്നെ ടയറിൻ്റെ പോർഷൻ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു മോഡൽ ഒരു ബ്ലോക്ക് പാറ്റേൺ ടയേഴ്സ് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം വൈഡറായിട്ട് രീതിയിലുള്ള ടയർ സൈസ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത് കേട്ടോ. ബ്ലോക്ക് പാറ്റേൺ ആണ്, സോ അത്യാവശ്യം അതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്രിപ്പും കാര്യങ്ങളും കിട്ടും. പിന്നെ ബ്രേക്കിൻ്റെ ഭാഗത്ത് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഫ്രണ്ട് ബ്രേക്ക് കാര്യങ്ങൾ ഡിസ്ക്കാണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ബ്രേക്കിംഗ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മോഡൽ കിട്ടും. കാരണം 120 cc ആണ്, ബട്ട് ബ്രേക്കിംഗ് ഫ്രണ്ടൊക്കെ ഡിസ്ക് നൽകിയിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങൾ ബ്രേക്കിൻ്റെ ഭാഗത്തുണ്ടാവും. പിന്നെ 90 ആണ് ഫ്രണ്ട് ടയർ സൈസ് വരുന്നത്. റയർ പോർഷനിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബ്രേക്ക് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നോർമൽ കോമ്പി ബ്രേക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. പിന്നെ ടയറിൻ്റെ പോർഷനിലാണെങ്കിൽ 120/70 ആണ് ടയർ സൈസ് കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത് കേട്ടോ. സോ ബ്ലോക്ക് പാറ്റേൺ ടയർ തന്നെയാണ് റയർ പോർഷനിൽ നൽകിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു മഡ് ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ കാര്യങ്ങൾ കുറച്ചുകൂടി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള രീതിയിലാണ് ആ മഡ് ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് സഹായിക്കും. ഇനി റയർ സസ്പെൻഷൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മോണോഷോക്ക് സസ്പെൻഷനാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് പ്രീ അഡ്ജസ്റ്റബിൾ ആണ് സസ്പെൻഷൻ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാര്യങ്ങൾ സസ്പെൻഷൻ ഭാഗം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വണ്ടി ജസ്റ്റ് സ്റ്റാർട്ടാക്കി എക്സോസിനോട്ട് ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അത്യാവശ്യം നീറ്റായിട്ടുള്ള ഒരു എക്സോസ് നോട്ട് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡലിൽ നൽകിയിട്ടുള്ളത്. അത്ര ഭീകരമെന്നൊന്നുമില്ല, ബട്ട് ഇറ്റ്സ് ഡീസൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഡിസൈൻ വൈസ് എല്ലാം നീറ്റായിട്ട് തന്നെയാണ് ബജാജ് ഈ ഒരു മോഡലിൽ ചെയ്തു വെച്ചിട്ടുള്ളത്. ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒറ്റ നോട്ടത്തിൽ തോന്നിയ ഒരു മോഡിഫൈഡ് നമ്മൾ എത്ര രീതിയിൽ ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിളിൽ ആ ഒരു മോഡിഫിക്കേഷൻ ചെയ്ത രീതിയിലാണ് എനിക്ക് ആ ലുക്കും വൈസ് കാര്യങ്ങളെല്ലാം തോന്നിയത്. ആ ഫ്രീഡം എന്ന് പറഞ്ഞ ഒരു 3D ലോഗോയും കാര്യങ്ങളും, അതുപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് പോർഷനും ഈവൻ ഹാൻഡിൽ ബാർ കാര്യങ്ങളെല്ലാം ഓവറോൾ ഒരു ഡീസൻറ്റ് ലുക്കും കാര്യങ്ങളും നമുക്ക് ആ ഒരു വണ്ടിയുടെ ഔട്ട്ലുക്ക് കാര്യങ്ങളും നൽകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ എക്സ്പോസറായിട്ട് നിൽക്കുന്ന ഫ്രെയിമും കാര്യങ്ങളും. സോ ഓവറോൾ ഡിസൈൻ വൈസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു മോഡലിൻ്റെ കാര്യങ്ങൾ നോക്കുമ്പോൾ. അതുപോലെ തന്നെ ഇനി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇതിനകത്ത് നമുക്ക് CNG പ്ലസ് പെട്രോളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ CNG ടാങ്ക് എവിടെ ഇരിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് സീറ്റിൻ്റെ അടിയിലായിട്ട് നമുക്ക് ടാങ്ക് പോർഷൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റ് പില്ലിൻ്റെ ആ ഒരു പോർഷൻ വരെ നമുക്ക് വരുന്നുണ്ട്. പില്ലിൻ്റെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ വരെയാണ് CNG ടാങ്ക് കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. അതും നമുക്ക് കറക്റ്റ് ഫിറ്റിംഗ് കാര്യങ്ങളുമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഒരു ഈവൻ ഒരു ക്രാഷ് ഉണ്ടായാൽ പോലും, അല്ലെങ്കിൽ ഒരു വണ്ടി കയറി ഇറങ്ങിയാൽ പോലും അത് പോകില്ല എന്നാണ് അവർ ക്ലെയിം ചെയ്തിട്ടുള്ളത്. അതുപോലെ പ്രൊട്ടക്റ്റീവായിട്ട് ആ ഒരു ഫ്രെയിമും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു സൈഡിലായിട്ട്. പിന്നെ നമുക്ക് ബാറ്ററി കാര്യങ്ങളൊക്കെയും പില്ലിൻ സീറ്റ് തൊട്ട് താഴെയായിട്ടാണ് നൽകിയിട്ടുള്ളത്. എക്സൈഡിൻ്റെ ബാറ്ററി കാര്യങ്ങളാണ് നൽകിയത്. പില്ലിൻ സീറ്റിന് തൊട്ട് താഴെയായിട്ടാണ് നൽകിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറ സൈഡിലായിട്ട് നമുക്ക് ആ ഒരു ടൂൾ കിറ്റ് കാര്യങ്ങൾ വെക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളുണ്ട്. പിന്നെ ഈ CNG ടാങ്ക് കാര്യങ്ങളാണെങ്കിൽ അത്യാവശ്യം ടൈറ്ററായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. സോ എവിടെയും ഓവർ ടൈറ്റായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ഫ്രണ്ട് പോർഷനിലായിട്ട് നമുക്ക് ആ ഒരു വാൽവും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. സോ നമുക്ക് ആ ഒരു CNG കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ളത് നമുക്ക് ഈ ഒരു ടാങ്ക് പോർഷനിലാണ്. അവിടെ ഒരു ക്യാപ്പിംഗ് കാര്യങ്ങളുണ്ട്. അത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ
റൈറ്റ് സൈഡിൽ നമുക്ക് പെട്രോൾ ഫില്ലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് 2 ലിറ്ററിൻ്റെ ടാങ്കാണ് നൽകിയിട്ടുള്ളത് പെട്രോളിന്. സോ പെട്രോൾ ഫില്ലിംഗ് ഇവിടെയാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് CNG ഫില്ലിംഗ് കാര്യങ്ങളുണ്ട്. 2 kg വരെ നമുക്ക് CNG കാര്യങ്ങൾ ഫില്ല് ചെയ്യാൻ അത് നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ്. സോ ഒറ്റ ഒരു പോർഷനിൽ തന്നെയാണ് നമുക്ക് 2 ഫ്യൂൽസും ഫില്ല് ചെയ്യാനുള്ള ഒരു ഏരിയ കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും CNG നമുക്ക് 12.5 ലിറ്ററാണ് CNG കപ്പാസിറ്റി, അതായത് 2 kg എന്ന് തന്നെ പറയാം. സോ ആ ഫില്ലിംഗ് ഏരിയ കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റായിട്ടും അതുപോലെ കവർപ്പായിട്ട് രീതിയിൽ തന്നെയാണ് പ്ലേസിങ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. സോ ഒരു സപ്പോർട്ടീവ് ആയിട്ടാണ് ശരിക്കും പെട്രോളിൻ്റെ ആ ഒരു 2 ലിറ്റർ കപ്പാസിറ്റി കാര്യങ്ങൾ അവർ നൽകിയിട്ടുള്ളത്. ഇനി ഈ മീറ്റർ ഭാഗത്തോട് നോക്കുവാണെങ്കിൽ നമുക്കൊരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് ഈ മോഡൽ നൽകിയിട്ടുള്ളത്. നമുക്ക് സ്പീഡോമീറ്റർ, ഗിയർ പോഷൻ ഇൻഡിക്കേറ്റർ, അതുപോലെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, അതായത് കോൾ ആയിട്ട് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളുടെ ബാറ്ററി പെർസെൻറ്റേജ് തന്നെ നമുക്കിവിടെ കാണിക്കുന്നതാണ്. തൊട്ട് മേലായിട്ട് ഓഡോമീറ്റർ, അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ആ ഒരു ടൈം കാര്യങ്ങൾ, മേളിൽ നമുക്ക് പെട്രോളിൻ്റെ ഇൻഡിക്കേഷൻ, CNG ഇൻഡിക്കേഷൻ, അതുപോലെ ന്യൂട്രൽ ഇൻഡിക്കേഷൻ കാര്യങ്ങളെല്ലാം കാണിക്കും. ഫ്യൂൽ ഇൻഡിക്കേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് ഒരു ചെറിയ മീറ്റർ കൺസോൾ ആണെങ്കിൽ പോലും വേണ്ടത്ര ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു മോഡൽ നൽകിയിട്ടുണ്ട്. ഓക്കെ, വാർണിങ്സ് കാര്യങ്ങൾ, അതുപോലെ ക്ലോക്ക്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് വിത്തൊരു ഫുള്ളി ഡിജിറ്റൽ കൺസോൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ 120cc നോക്കുമ്പോൾ ഇനഫാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു USB ചാർജിംഗ് പോർട്ട് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്വിച്ചസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആ ഒരു ഡിമ്മും ബ്രൈറ്റും, പിന്നെ നമുക്ക് CNG പെട്രോൾ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാര്യങ്ങൾ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലാണ് നൽകിയിട്ടുള്ളത്. ഇനി ടാങ്കിൻ്റെ പോർഷനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു സിൽവർ ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനാണ് ടാങ്ക് വന്നിട്ടുള്ളത്. ടാങ്കിനോട് അറ്റാച്ച്ഡ് ആയിട്ട് രീതിയിലാണ് സീറ്റ് കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല വൈഡർ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ 2 പേർക്കല്ല, ഈസി ആയിട്ട് 3 പേർക്ക് ഇരിക്കാതെ രീതിയിൽ തന്നെയാണ് ആ ഒരു സീറ്റിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആൻഡ് ഒരു ഇച്ചിരിയോടെയും കംഫർട്ടബിൾ നൽകുന്ന ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ് സീറ്റിന് നൽകിയിട്ടുള്ളത്. പിന്നെ ആ ഒരു ടാങ്ക് പോർഷൻ കാര്യങ്ങളാണെങ്കിലും നമുക്ക് സിൽവർ കോമ്പിനേഷൻ കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് ബജാജിൻ്റെ ഒരു എംബ്ലം ഓഫ് ഫ്രീഡം എന്നുള്ള ഒരു സിമ്പലും കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓവറോൾ ആ ഒരു ടാങ്ക് ഡിസൈനും കാര്യങ്ങളാണെങ്കിലും ആ CNGക്കും അതുപോലെ തന്നെ സീറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടൊരു ഇമ്പോർട്ടൻസ് നൽകിയ രീതിയിലാണ് അവർ നൽകിയിട്ടുള്ളത്. ഒരു ബോറായിട്ടുള്ള ലുക്കും കാര്യങ്ങളൊന്നും ആ ഒരു പോർഷനിൽ വന്നിട്ടില്ല കേട്ടോ. ടാങ്ക് അത്യാവശ്യം നല്ല ബൾക്കി ആയിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ആ സൈഡിൻ്റെ എഡ്ജും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി എഞ്ചിൻ്റെ പോർഷനിലോട്ട് വരികയാണെങ്കിൽ നമുക്കൊരു 125cc 4 സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. പവർ നോക്കുകയാണെങ്കിൽ 9.5 PS at 8000 RPM-ലും 9.7 Nm ടോർക്ക് അറ്റ് 5000 RPM-ലാണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വണ്ടിയുടെ ടോപ്പ് സ്പീഡ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 90 km/h ആണ് CNGയിൽ വരുന്നത്. 93 km/h ആണ് നമുക്ക് പെട്രോൾ കാര്യങ്ങൾ കിട്ടുന്നത്. ഓക്കെ, സോ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു എഞ്ചിൻ്റെ പോർഷനിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു എഞ്ചിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് ആ ഒരു അണ്ടർബില്ല് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള അണ്ടർബില്ല് കാര്യങ്ങളൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ അവിടെയും നമുക്കൊരു ഡ്യുവൽ കളർ കോമ്പിനേഷൻ നൽകിയിട്ടുണ്ട്. ഈ കിലോമീറ്റർ റേഞ്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് CNGയിൽ 200 km ആണ് ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നത്. അതായത് പെർ kgക്ക് 100 km ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. പെട്രോളിൽ നമുക്കൊരു 130 km വരെ കിട്ടുന്നതാണ്. 2 ലിറ്റർ പെട്രോളിൽ 130 km. 330 km ആണ് ടോട്ടൽ ഈ വണ്ടിയുടെ റേഞ്ചും കാര്യങ്ങളും വരുന്നത്. അതുപോലെ ഈ ഒരു മോഡലിൻ്റെ ഗിയർ റേഷ്യോ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് 5 സ്പീഡ് ഗിയർ ബോക്സ് കാര്യങ്ങളാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു മോഡലിന്. പിന്നെ ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പവർ ഫിഗറും അതുപോലെ ഡീസൻ്റ് ആയിട്ടുള്ള ടോപ്പ് സ്പീഡ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി കമ്മ്യൂട്ടർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു മോഡലിൽ ബജാജ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൈസിങ് വേരിയൻസ് കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് 3 വേരിയൻറ്റ് കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത്. നമുക്ക് 5 കളർ ഓപ്ഷൻസ് ഈ ഒരു മോഡൽ നൽകിയിട്ടുണ്ട്. 3 വേരിയൻറ്റ് കാര്യങ്ങളിൽ നമുക്ക് പ്രൈസ് ഡിഫറൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ എക്സ്ഷോറൂം പ്രൈസ് 95,000 ആണെന്നുള്ളത് നിങ്ങൾ കണ്ടു കാണും മിക്ക റിവ്യൂവിലും അതുപോലെ കാര്യങ്ങളിലും. അപ്പോൾ അത് നമുക്ക് ബേസ് വേരിയൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളില്ല, അതുപോലെ ഒത്തിരിയേറെ ഫീച്ചേഴ്സ് കാര്യങ്ങളും ഡിഫറൻസ് വരുന്നുണ്ട്. നേരെ തിരിച്ച് നമ്മൾ ഏറ്റവും ടോപ്പ് വേരിയൻ്റ്, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഡിസ്ക് വേരിയൻ്റ് ആണ്. അതായത് ബജാജ് ഫ്രീഡം 125 NG04 ഡിസ്ക് LED എന്നാണ് ആ ഒരു മോഡലിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു മോഡലിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങൾ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ റേറ്റ് കാര്യങ്ങളും അതുപോലെ ചേഞ്ചാണ്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 1,10,000 ആണ് എക്സ്ഷോറൂം പ്രൈസ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഓൺ റോഡ് ഇറങ്ങുമ്പോൾ കുറച്ചുകൂടി വേരിയൻസ് കാര്യങ്ങൾ വരുമെന്ന് പറയാനും. അപ്പോൾ ഇതാണ് മെയിനായിട്ട്. ഇപ്പോൾ മാക്സിമം എനിക്ക് തോന്നുന്നു സെയിലാവാനുള്ള ഒരു ചാൻസും കാര്യങ്ങളും കൂടുതൽ ഈ ഒരു മോഡൽ തന്നെയാണ്. ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്ന ആ ഒരു മോഡൽ തന്നെയാണ് കൂടുതലും സെയിലാവാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ കുറേ പേർക്ക് ഒരു ഡൗട്ട് കാര്യങ്ങളാണ് CNG ആണ്. സോ എത്രത്തോളം അതിൻ്റെ സേഫ്റ്റി കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു വലിയൊരു കൺസേൺ ആയിട്ടിരിക്കുന്നത്. സോ അതിന് വേണ്ടി തന്നെ അവർ ഒരു ക്രാഷ് ടെസ്റ്റ് കാര്യങ്ങളും അതുപോലെ തന്നെ ഒരു വലിയൊരു ട്രക്ക് കാര്യങ്ങൾ ആ ഒരു വണ്ടിയുടെ മുകളിൽ കയറ്റി ഇറക്കുന്ന ഒരു സീൻസ് കാര്യങ്ങൾ അവർ തന്നെ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ലോഞ്ചിങ്ങിൽ തന്നെ. അപ്പോൾ അത് ചെയ്യുമ്പോൾ പോലും ഈ ഒരു വണ്ടിയുടെ ആ ഒരു CNGയുടെ പ്രഷർ റേഷ്യോ കാര്യങ്ങളൊന്നും മീറ്ററിൽ പോലും ചേഞ്ച് ആവുന്നില്ല.
അതുപോലെ തന്നെ ആ CNG ടാങ്ക് ഇരിക്കുന്ന പോർഷനിൽ യാതൊരുവിധ ഷെയ്ക്കോ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. സോ അത്രയ്ക്ക് അവർ ഇമ്പോർട്ടൻസ് നൽകി അതിനൊരു പ്രൊട്ടക്ഷൻ ബേസിൽ തന്നെയാണ് അതിനെ ഇംപ്ലാന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ PSO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു CNG സിലിണ്ടർ കൂടിയാണ് അവർ വച്ചിട്ടുള്ളതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കേറെ ഇമ്പോർട്ടൻസും സേഫ്റ്റിയും നൽകിയ രീതിയിലാണ് ഈ ഒരു മോഡൽ ഡിസൈൻ ചെയ്തത്. ഒരു പേടി കാര്യങ്ങൾ ആർക്കും വേണ്ട എന്നുള്ളത് ബജാജ് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 2 ലിറ്റർ പെട്രോൾ എന്നുള്ളത് CNG ഇൻ കേസ് നമുക്ക് empty ആവുകയാണെങ്കിൽ പോലും ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ പ്ലേസ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അതിന് സ്വിച്ചസ് കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. സോ ഇത്രയൊക്കെ തന്നെയാണ് മെയിനായിട്ടും ഈ ഒരു വണ്ടിയുടെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ. ഈ ഒരു വണ്ടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് റൈഡ് റിവ്യൂ കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം മാത്രമേ അതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ വണ്ടി അവൈലബിൾ ആയി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊരു റൈഡ് റിവ്യൂ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.